ഒരു കാലത്ത് നമ്മൾ വാർത്ത കേൾക്കാനും പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇതുപോലത്തെ റേഡിയോയും MP3 പ്ലെയർ ഒക്കെ. അതുപോലത്തെ ഒന്ന് ആക്രിയിൽ നിന്ന് 30 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോൾ ഇത് മരിച്ച അവസ്ഥയിലാണെന്ന് നമുക്ക് ഇതിനെ പുതുജീവൻ വെപ്പിച്ചാലോ? ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലും അതല്ലെങ്കിൽ 1.5 വോൾട്ടിന്റെ 3 AA ബാറ്ററി ഇട്ട് ഉപയോഗിക്കാവുന്ന രീതിയുമായിരുന്നു. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി ആണോ അത് പോയാർന്നോ അതെല്ലാം നമുക്ക് അഴിച്ചു കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ലിഥിയം ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കാം. അതിനുവേണ്ടി 3.7 വോൾട്ടിന്റെ ലിഥിയം ബാറ്ററിയും പിന്നെ അതിന്റെ ചാർജ് മൊഡ്യൂളും എടുത്തിട്ടുണ്ട്. പഴയ ബാറ്ററിയും അത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള വയറുകളും സാധനങ്ങളെല്ലാം നമുക്ക് അഴിച്ചു മാറ്റാം. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു മൈക്രോ USB സോക്കറ്റും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ പുറത്ത് ഹോൾട്ട് ഫിറ്റ് ചെയ്യാം. ഈ പുറത്തേക്ക് ഫിറ്റ് ചെയ്ത സോക്കറ്റിന് പകരം ഡയറക്റ്റ് ചാർജ് മൊഡ്യൂൾ ചാർജ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഹോൾട്ട് ഫിറ്റ് ചെയ്താലും മതി. സോക്കറ്റിൽ നിന്ന് ഫിറ്റ് ചെയ്ത 2 വയറുകളും പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ ചാർജ് മൊഡ്യൂളിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം. ചാർജ് മൊഡ്യൂളിന്റെ ഔട്ടിൽ നിന്ന് 2 വയറുകൾ സോൾഡർ ചെയ്തെടുത്ത് MP3 പ്ലെയറിന്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ബാക്കിലുള്ള കവറും ഇട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ നോർമൽ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ MP3 പ്ലെയർ ഓൺ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. നമ്മൾ ഇതിൽ റേഡിയോ വെച്ച് നോക്കിയപ്പോൾ ഇതിന്റെ ആന്റിന ഒടിഞ്ഞു പോയതും പിന്നെ ഇവിടെ സിഗ്നൽ തീരെ കുറവുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി കാർഡ് ഇട്ടാണ് പാട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.